ഈ ലക്ഷങ്ങൾക്കൊന്നൊരു വിലയില്ലടേ. PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ കണ്ടത് നമ്പൂതിരിക്കുട്ടിക്ക് 5 ലക്ഷം, നമ്പൂതിരിക്കുട്ടിക്ക് കൊടുക്കാൻ പറ്റ 5 ലക്ഷം. നായരുകുട്ടിക്ക് 4 ലക്ഷം, നായരുകുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം. ക്രിസ്ത്യാനികളെ നമ്മൾ മോശമാക്കിയില്ല. ക്രിസ്ത്യാനിയെ ഇസ്ലാമിലേക്ക് വിവാഹം കഴിച്ചുകൊണ്ട് വന്ന 4 ലക്ഷം രൂപ. എന്ത് വേണം? ക്രിസ്ത്യാനികളെ നമ്മൾ പരിഗണിച്ച്. ക്രൈസ്തവ സഹോദരങ്ങളെ നിങ്ങൾ പരിഗണിച്ചാൽ എന്തെങ്കിലും തരണേ. ഈഴവക്കുട്ടിക്ക് 3 ലക്ഷം. അതെന്ത് മോശം പരിപാടിയാണ്, പന്തിഭേദം. പക്ഷേ അതാ ഈഴവക്കുട്ടിക്ക് വിലയൊന്നുമില്ലേ? മുസ്ലിങ്ങളെ നിങ്ങളെ പറയുന്നത് ജാതി മതമൊന്നും നിങ്ങൾക്കില്ലെന്ന്. നിങ്ങൾക്ക് ഇടയിൽ ജാതീയപരമായ വേർതിരിവില്ലെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ ഈ കല്യാണം കഴിക്കാൻ നേരത്ത് ഈഴവക്കുട്ടിക്ക് മാത്രം എന്താ 2 ലക്ഷം രൂപ കൊടുത്ത്? നിങ്ങൾ ക്രിസ്ത്യാനിക്ക് കിട്ടുമ്പോൾ 4 ലക്ഷം കൊടുത്തില്ലേ? അതേ തോതിൽ തന്നെ ഇവർക്ക് കൊടുക്കണ്ടേ? ഇതൊന്നും ശരിയല്ല കേട്ടോ, ഇതൊന്നും ശരിയല്ല. പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം തുടങ്ങി. പട്ടികജാതി കുട്ടിക്ക് 2 ലക്ഷം രൂപ. ജാതിപരമായി വേർതിരിവാണിത്, ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ആരാ ഇത് പറഞ്ഞു? ഷോൺ ജോർജ് വെളിപ്പെടുത്തിയ ഒരു വിവരമാണിത്. ഷോൺ ജോർജ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ചേർന്നൊരു അഭിമുഖം നടത്തുന്നതിനിടെ ഷോൺ ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യയും. ചേച്ചി പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ ചോദിച്ചില്ലേ, ഷോൺ ജോർജ് ജഗതിയുടെ കുട്ടിയെ കെട്ടിയപ്പോൾ എത്ര ലക്ഷം രൂപ കിട്ടിയെന്ന്? ചേടാ അത് ചോദിക്കണ്ടേ? ജഗതിയുടെ മോള് ക്രിസ്ത്യാനി അല്ലായിരുന്നല്ലോ. ജഗതിയുടെ മോളെ വിവാഹം കഴിച്ചത് ഈ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി കൊണ്ടുവന്നില്ലേ? അപ്പൊ പറയാനുള്ള മറുപടി ആ പെൺകുട്ടി ഇങ്ങോട്ട് വന്നതാണെന്ന്. അറിയാം, ഞങ്ങൾക്ക് അണിയാം. ക്രിസ്ത്യാനി ആയിട്ടില്ലെങ്കിൽ തെമ്മാടിക്കുള്ളിലേക്ക് എടുത്തിടും. ആ പള്ളിയിൽ അടക്കത്തില്ല. എന്റെ പൊന്നാരമ്മച്ചി, ഇവിടെ ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ട് നമുക്ക് വിവാഹം കഴിക്കാൻ. ഇഷ്ടം പോലെ പെൺകുട്ടികൾ. ഞങ്ങളാരും പൊതുസമൂഹത്തിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഞങ്ങളുടെ പിള്ളേർക്ക് പെണ്ണിനെ കിട്ടുന്നില്ല, അവർ പ്രസവിക്കുന്നില്ല, അവർക്ക് കുട്ടി ഉണ്ടാകുന്നില്ല എന്ന് സങ്കടപ്പെടുന്നവരല്ല. ഞങ്ങൾ എല്ലാ കാര്യത്തിലും സമൃദ്ധിയാണ്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാം, നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ വാ ചൊറിഞ്ഞു വരുന്നു. എൻ്റെ പൊന്നാര ചേച്ചി, ഞങ്ങളുടെ പെൺകുട്ടികൾ 5 നേരം നമസ്കരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ആരും കേൾക്കണം, ഇങ്ങോട്ട് 5 നേരം നമസ്കരിക്കണമെങ്കിൽ അംഗസ്നാനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഏകദേശ ഭാഗത്ത് വെള്ളം വീഴുന്ന വൃത്തിയും ശുദ്ധിയും മുഖത്ത് ആ വുദുവിൻ്റെ ആ അംഗസ്നാനത്തിൻ്റെ പ്രസന്നതയുള്ള പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. ഒരു തുള്ളി മൂത്രം ശരീരത്തുണ്ടെങ്കിൽ നിസ്കാരം ശരിയാവൂല. എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ചാൽ കഴുകുന്ന പെൺപിള്ളേർ ഇവിടെ ഉണ്ടെന്ന്. വേറെ ആരും കഴുകുന്നില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, അങ്ങനെ വെക്കരുത്. മൂത്രം ഒഴിച്ചാൽ കഴുകുന്ന നല്ല മേത്തച്ചി പെൺപിള്ളേർ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളവരെ വളക്കുന്നത്. ഇവിടെ തന്നെ കല്യാണം കഴിച്ചവർ ചിലവർ കൊടുക്കാനും മുന്നോട്ട് പോകാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ആരാടാ ഈ വല്ലോടത്തുനിന്ന് വരുന്ന പെൺപിള്ളേർക്ക് ഈ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുക്കാൻ? ഇവിടെ പെൺപിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി ഇവിടുത്തെ സമുദായത്തിലുള്ളവർ തന്നെ കിടന്ന് കഷ്ടപ്പെടുക. അപ്പോഴാണ് 4 ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് ഇവിടെ ഉള്ളവർ, ഇവിടെ മുസ്ലിമീങ്ങൾ തന്നെ പെൺകുട്ടികളുള്ളവർ പെൺകുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി പാവങ്ങൾ കിടന്ന് നെട്ടോട്ട് ഓടുമ്പം ഈഴവ പെൺകുട്ടിയെ, പറയ പെൺകുട്ടിയെ, ബ്രാഹ്മണ പെൺകുട്ടിയെ കൊടുത്ത് 4 ലക്ഷം അങ്ങോട്ട് കൊടുക്കുന്നു. ഇതിന് മാത്രം പൈസ വിട്ടിരിക്കുന്നേ. നിക്കറ് വാങ്ങാൻ പോലും പൈസ ഇല്ലടേ. ഇവിടെ പള്ളിയുടെ ഓട് മാറാൻ വേണ്ടി ഇവിടെ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ ജനങ്ങളോട് പൈസ പിരിച്ചിട്ടാണ് ഓട് മാറിയത്. എവിടുന്നാണ് ഇതിന് മാത്രമൊക്കെ പൈസ ഇരിക്കുന്നത്? പൊന്നാര ചേച്ചി, ഇവിടെ തന്നെ ആവശ്യത്തിന് മുതലുണ്ട്. നല്ല പെൺകുട്ടികൾ, നല്ല വൃത്തിയും മെനയൊക്കെ ഉള്ള, കാണാൻ മുഞ്ചുള്ള ഏറ്റവും പെൺപിള്ളേർ. കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻ വീഴിയുള്ള കൈത പൂമണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി, വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ്, ആർക്കാണ് രാജാത്തി? അങ്ങനത്തെ റാസാത്തികളായ പെൺപിള്ളേർ ഇവിടെ ഉള്ളത്. അവർ മൂത്രമൊഴിച്ചാൽ കഴിയുന്ന പിള്ളേർ ഇവിടെ ഉള്ളപ്പം ഞങ്ങൾക്ക് എന്തിനാടേ വല്ലവരും പിള്ളേരെ എടുത്തോണ്ട് പോടേ. സെക്യുലർ ആവും മക്കളെ, സ്യൂഡോ സെക്യുലർ ആവാ.